കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാകും. ഓൺലൈനായി ചേർന്ന മുന്നണി യോഗത്തിലാണ് തീരുമാനം. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബൽ, ഖർഗെയുടെ പേരിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാകുമെന്ന്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാകും. ഓൺലൈനായി ഇന്ന് യോഗം ചേർന്നിരുന്നു. യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബൽ, തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പേര് മല്ലികാർജ്ജുൻ ഖാർഗെയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഖാർഗെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഓൺലൈൻ യോഗം ചേർന്നുകൊണ്ടിരുന്നു. ആ യോഗം ഇപ്പോൾ നടക്കുകയാണ്. ആ യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന യോഗത്തിലും പ്രധാനമന്ത്രി മുഖമായി മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തി കാണിക്കണം എന്ന ആവശ്യം മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും മുന്നോട്ട് വെച്ചിരുന്നു. എന്താണെങ്കിലും ഇതിന്റെ ചെയർപേഴ്സൺ പദവിയിലേക്കാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും ഇനിയിപ്പോൾ ഇതിന്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് ഇരിക്കുക. എന്താണെങ്കിലും കൺവീനർ ഉൾപ്പെടെയുള്ള മറ്റ് തസ്തികകൾ ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എന്താണെങ്കിലും സംശയമുണ്ട്. യോഗത്തിന് ശേഷമായിരിക്കും അതിലൊരു കൃത്യമായ വ്യക്തത എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. ട്രഷറർ ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് കൂടി ആളുകൾ എന്താണെങ്കിലും നിശ്ചയിക്കേണ്ടതുണ്ട്. നിലവിൽ ഇന്നത്തെ യോഗത്തിൽ ഈ കൺവീനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. വിശദമായി തന്നെ ഇതിൽ നേതാക്കൾ ചർച്ച നടത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർപേഴ്സൺ തെരഞ്ഞെടുത്തുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം ഈ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു ചില പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ഔദ്യോഗിക വിശദീകരണം പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ പശ്ചിമ ബംഗാളിൽ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ സഖ്യത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായാണോ മമതാ ബാനർജി പങ്കെടുക്കാത്ത സംശയങ്ങൾ എന്താണെങ്കിലും ഉയരുന്നു. നിലവിൽ ഈ സഖ്യത്തിന്റെ ചെയർപേഴ്സൺ പദവിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചർച്ചകൾക്കൊടുവിലായിരുന്നു ഈ തീരുമാനത്തിലേക്ക് പോയത്. ഐക്യകണ്ഠേനയാണ് തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറ്റു ചില അഭിപ്രായങ്ങൾ ഇതിൽ ഉണ്ട് എന്ന ചില വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്.